അതായത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാന്ന് പറയില്ല. അപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരനായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു സാധനം ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഒരു എന്താ പറയുക ചെറിയ കുറ്റിപ്പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ ചെന്ന് അമിട്ട് വെച്ച് പൊട്ടിയും. അൻമോൾ വന്നപ്പോൾ തന്നെ ഒരു കണ്ടപ്പോഴത്തേന് പുള്ളിക്കാരൻ മനസ്സിലായി എന്നുള്ള മുഖത്ത് എവിഡന്റ് ആണ്. പക്ഷെ പുള്ളിക്കാരൻ ആരാ എന്നുള്ള ഒരു സാധനം അടിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി ആരിത് എന്നുള്ള ഒരു സാധനം വന്നു. അതായിട്ട് അനു ഇങ്ങോട്ട് വരേണ്ട, ഇത് എന്റെ സ്പേസ് ആണെന്നുള്ള ചെറിയ ഡ്രമാറ്റിക് ഒരു പരിപാടിയൊക്കെ പിടിച്ചു. പുള്ളിക്കാരി അനു അകത്തേക്ക് വന്നു. അപ്പൊ ഈ പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കുകയാണ് അതാരാ. അപ്പൊ അനു ചോദിക്കുന്നുണ്ട് അയ്യോ എന്നെ മനസ്സിലായില്ലേ, അത് ഇല്ലല്ലോ ആരാ എന്നൊക്കെയുള്ള പരിപാടി ചോദിച്ചിട്ട് പിന്നെ ഇങ്ങനെ അനുമോൾ ഹാ 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 അയ്യോ ടി വി കാണുന്ന പോലെ അല്ല കേട്ടോ. അപ്പൊ അനുമോട് ചോദിച്ചാൽ അതിൽ കുറച്ചും കൂടി വണ്ണമല്ലേ, അയ്യോ അതല്ല കേട്ടോ, കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത് മറ്റ് കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നു, ഇതിലിപ്പം നേരിട്ടാണ് അത്ര ഭംഗി പോരാന്ന്. അപ്പം അങ്ങനെയുള്ള പരിപാടി ചെറിയൊരു ചൊറി മയത്തിലാണ് പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നലെ അതായത് August 3, 2025 ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു എപ്പിസോഡ് കണ്ടു. 7 മണി തൊട്ട് 10 മണി വരെ എന്തോ ആയിരുന്നു ഒരു എപ്പിസോഡ്. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വീട് ഭയങ്കര രസമുണ്ടായിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസിന് വിചാരിച്ചതിനെ കാട്ടി ഗംഭീരമായിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും ആ ഒരു തീമും പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി കുറച്ചധികം ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റി. എസ്പെഷ്യലി ഒറ്റ റൂമേ ഉള്ളൂ. മറ്റേ കഴിഞ്ഞ വർഷമൊക്കെ 3-4 റൂമും പവർ ഹൗസ് എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതൊന്നുമില്ല, ഒരു മുറിയാണ്. പിന്നെ ആ ഒരു സ്പേസ് ഒക്കെ എടുത്തിട്ടായിരിക്കും കുറച്ചുകൂടി വലിയൊരു ഹാള് പരിപാടിയാണ് സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് ലിവിങ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടിയൊക്കെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫീല് തോന്നും. അതായത് ഇവിടുന്ന് ഒരു ക്യാമറ സൂം ചെയ്ത് അങ്ങ് വരെ കിട്ടുന്ന രീതിയിൽ തടസ്സങ്ങളൊന്നും വലുതായിട്ടില്ല. ആ രീതിയിലാണ് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ഓപ്പൺ ഒരു ഭയങ്കര ഒരു കൺസെപ്റ്റിൽ ചെയ്തേക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇന്റീരിയേഴ്സിന്റെ ഭംഗിയാണെങ്കിലും ശരി, ക്വാളിറ്റി ഓഫ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നതൊക്കെ വളരെ ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എന്നാണ്. കാരണം ജയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേര് ഈ ഒരു സീസണിൽ എനിക്ക് കാണാൻ പറ്റും. കാര്യം ഇതിന് മുമ്പുള്ള സീസൺസിലൊക്കെ ആ ഒരു ജയിക്കണം എന്ന് പറയുന്ന ഒരു വ്യഗ്രതയുള്ള ആൾക്കാർ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ സ്ട്രോങ് എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു കഴിഞ്ഞ വർഷം. ജാസ്മിൻ അതുപോലെയൊക്കെയുള്ള 1-2 പേര്, പിന്നെ നമ്മുടെ സിബിൻ, അതുപോലെയൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അത്രയും ഒരു പവർഫുൾ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം വന്നിട്ടുള്ള മിക്കവരും ഞാൻ കണ്ടപ്പോഴത്തേനും ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ കുറച്ച് ലൈവും കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഒരു വ്യഗ്രത നമുക്ക് അത് കാണാൻ പറ്റും. ഭയങ്കര ക്ലീൻ ആയിട്ട് ജയിക്കണം എന്ന് ഒരു ഡിറ്റർമിനേഷൻ ഉള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ള ഈ ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നമ്മുടെ ലാലേട്ടന്റെ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും ശരി, അത് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ലാലേട്ടൻ ഓരോ സ്ഥലങ്ങൾ കാണിക്കുന്ന പോലത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയിലുണ്ടായിരുന്നു. ഒരു നല്ലൊരു എന്താ പറയാ ഒരു സിനിമാറ്റിക് ഒരു രീതിയിലാണ് സത്യം പറഞ്ഞ പരിപാടി നടന്നത്. കുറച്ചൊരു ഡ്രമാറ്റിക് പരിപാടി പിടിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി കണ്ടസ്റ്റൻസിന്റെ എല്ലാം ഒരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടുമ്പോൾ ഒരു ഫാമിലി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ക്രിഞ്ച് പരിപാടികൾ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു ഡിഫറെന്റ് ഒരു പരിപാടി പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. അതെന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയത് പണിപ്പുര എന്ന് പറയുന്ന ഒരു റൂമാണ്. കഴിഞ്ഞ വർഷം ഇതിനു മുമ്പുള്ള ഒരു സീസൺസിൽ അതില്ലായിരുന്നു. പണിപ്പുര എന്ന് പറയുന്ന ഒരു റൂം, അതായത് ഇവരുടെ ലക്ഷറി അല്ലെങ്കിൽ അങ്ങനെയുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർ പൂട്ടുന്നു. ഭയങ്കര പവർ. ഇനിയിപ്പോൾ അവർ ഈ ഒരു സിറ്റുവേഷനിൽ അവരുടെ അത്രയും കംഫർട്ടബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിൽ അവർ ബ്രേക്ക് ചെയ്യും, അവർ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. അതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ പോലും ഭയങ്കര ഒരു സംഭവമായിട്ടാണ് കാണിച്ചേക്കുന്നത്. ആ സംഭവത്തിന്റെ അത്രയും എഫക്റ്റ് ഈ ഒരു സീസണിൽ കാണുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. എന്നാലും പണിപ്പുര എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്ന് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ജയിൽ ഇതിനു മുമ്പൊക്കെ ഭയങ്കര ഒരു കംഫർട്ടബിൾ സ്പേസ് ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ജയിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഒരു സ്ലാൻഡേർഡ് ഒരു കൈൻഡ് ഓഫ് ഒരു ജയില് കിടക്കാനുള്ള ഒരു സംഭവമാണെങ്കിൽ ഇങ്ങനെ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഒരു സാധനം വെച്ചേക്കുക. മേ ബി അല്ലെങ്കിൽ ചാരി കിടക്കാൻ പോലും പറ്റില്ല, ഉരുണ്ട് താഴോട്ടങ്ങ് പോകും തെന്നി. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് പരിപാടിയൊക്കെ രസമായിട്ടുണ്ടെന്ന് തോന്നുന്നു. തറയിൽ ചിലപ്പോൾ കിടക്കുമായിരിക്കും. എനിവേ ആ ഒരു കൺസെപ്റ്റ് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം വന്നത് കോമഡർ ആയിട്ടുള്ള അനീഷാണ്. അനീഷ് തറയിൽ നിന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ചെറിയ എഴുത്തും പരിപാടികളൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ ആദ്യം ബാങ്കിൽ എന്തോ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ജോബിലോട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൃഷി ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പം പുള്ളിക്കാരി ഇന്നലെ വന്നപ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അൻമോൾ വന്നപ്പോൾ തന്നെ കണ്ടപ്പോഴത്തേന് പുള്ളിക്കാരൻ മനസ്സിലായി എന്നുള്ള മുഖത്ത് എവിഡന്റ് ആണ്. പക്ഷെ പുള്ളിക്കാരൻ ആരാ എന്നുള്ള ഒരു സാധനം അടിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി ആരിത് എന്നുള്ള ഒരു സാധനം വന്നു. അതായിട്ട് അനു ഇങ്ങോട്ട് വരേണ്ട, ഇത് എന്റെ സ്പേസ് ആണെന്നുള്ള ചെറിയ ഡ്രമാറ്റിക് ഒരു പരിപാടിയൊക്കെ പിടിച്ചു. പുള്ളിക്കാരി അനു അകത്തേക്ക് വന്നു. അപ്പൊ ഈ പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കുകയാണ് അതാരാ. അപ്പൊ അനു ചോദിക്കുന്നുണ്ട് അയ്യോ എന്നെ മനസ്സിലായില്ലേ,
അത് ഇല്ലല്ലോ ആരാ എന്നൊക്കെയുള്ള പരിപാടി ചോദിച്ചിട്ട് പിന്നെ ഇങ്ങനെ അനുമോൾ ഹാ 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 അയ്യോ ടി വി കാണുന്ന പോലെ അല്ല കേട്ടോ. അപ്പം അനുമോട് ചോദിച്ചാൽ അതിൽ കുറച്ചും കൂടി വണ്ണമല്ലേ, അയ്യോ അതല്ല കേട്ടോ, കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയുക ഒരു ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത് മറ്റ് കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നു, ഇതിലിപ്പം നേരിട്ട് കാണാൻ അത്ര ഭംഗി പോരാന്ന്. അപ്പം അങ്ങനെയുള്ള പരിപാടി ചെറിയൊരു ഒരു ചൊറിമയത്തിലാണ് പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എനിക്കൊന്നും പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജി ഇതായിരിക്കും, അതായത് കുറച്ചൊരു ഒരു അപ്പാവി പരിപാടി ഇടയ്ക്ക് വന്നിട്ട് ഒരു സാധനം ഇടും, ഒരു ബോംബ് ഇടുന്ന മാതിരി ഒരു സാധനം ഒരു കോൺവെർസേഷൻ ട്രിഗർ ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ പരിപാടികളായിട്ട് ഒരു പോവും, എന്നെ ഒറ്റപ്പെടുത്തുന്നു, ഞാൻ പാവമാണ് എന്നൊക്കെയുള്ള, ഞാൻ ഇച്ചിരി മണ്ടനാണ് എന്നൊക്കെയുള്ള ഒരു സാധനം കാണിക്കുന്ന ചെറിയ രീതിയിൽ മണ്ടനാണെന്നും എനിക്ക് തോന്നുന്നുണ്ട് ടു ബി ഓണസ്റ്റ്. പക്ഷെ എന്നാലും ആ ഒരു സാധനമൊക്കെ പിടിച്ച് ഒരു പൊട്ടിക്ക് നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര എന്താ പറയുക ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരൻ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പറഞ്ഞ മാതിരി ഒരു ബോംബിട്ട് നൈസായിട്ട് സ്കൂട്ട് ചെയ്യാനാണ് ചാൻസ് ഏറ്റവും കൂടുതലുള്ളത്. കണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഭയങ്കര ഒരു ഐഡിയ പുള്ളിക്കാരൻ ഫോർമുലേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതുപോലെ ചൊറി സാധനങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ഷോയിൽ കാണാൻ പറ്റും. പുള്ളിക്കാരൻ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത് വന്നത് അനുമോളാണ്, ആക്ട്രസ് ആയിട്ടുള്ള അനുമോളാണ് വന്നത്. അനുമോളിന് അറിയാലോ ഒരു ക്യൂട്ട്നെസ് പരിപാടിയൊക്കെ കാണിക്കും, കുഴപ്പമില്ലാത്ത ടാസ്ക് ഒക്കെ ചെയ്യും, സംസാരിക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ പുള്ളിക്കാരി കുറച്ചധികം ഇമോഷണൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇച്ചിരി ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ പുള്ളിക്കാരി മാറിപ്പോയിരുന്ന് കരയാനും അല്ലെങ്കിൽ എല്ലാവരും കൂടെ പോട്ടെ എന്നൊക്കെ പറയാനുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. അനുമോളുടെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് മോസ്റ്റ് പ്രോബ്ലി അത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ സംശയമില്ല. പക്ഷേ ഇമോഷണൽ ഈ ഒരു സാധനം പുള്ളിക്കാരി ഭയങ്കര ട്രിഗർ ചെയ്യും എന്നാണ് തോന്നുന്നത്. അത് ഇപ്പോഴൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ എന്തായാലും ആ ഒരു സംഭവം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അനുമോൾ എത്രയും പെട്ടെന്ന് ഔട്ടായി പോകാനുള്ള ഒരു ചാൻസ് ഒന്നും തോന്നില്ല. കാര്യം അനുമോൾ ആണെങ്കിലും ശരി, അതുപോലെ കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർ ഒരു പുഷ് എന്തായാലും ഏഷ്യാനെറ്റ് കൊടുക്കും എന്നാണ് തോന്നുന്നത്. കണ്ടന്റ് ആണെങ്കിലും ശരി, ഇവരുടെ കൂടുതൽ അതാണ് ബിഗ് ബോസിന് ഉറപ്പായിട്ടും അവരവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഒരാൾ അവിടെ 24 hours ഒരു സാധനത്തിന്റെ ആകെ നമ്മൾ കാണുന്നത് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ. അപ്പോഴത്തേന് ആ ഒരു ടൈം ഫ്രെയിമിൽ എന്ത് കാണിക്കണം എന്നുള്ള ബിഗ് ബോസിന്റെ ഡിസ്ക്രിപ്ഷനാണ്, ടീമിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പം മേ ബി അനുമോളിനെ കുറച്ചും കൂടിയൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് ഒന്ന് സേവ് ചെയ്ത് കൊണ്ടുവരാനുള്ള ചാൻസസ് എനിക്ക് കൂടുതലാണെന്നാണ് തോന്നുന്നത്, എസ്പെഷ്യലി അനുമോൾ അതുപോലുള്ള കുറച്ചധികം ആൾക്കാർക്ക്. മൂന്നാമത് കയറിയതാണ് ആര്യൻ ഖത്തറിയ. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ ഒരു ആക്ടറൊക്കെയാണ്, വടക്കൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദുൽഖറിന്റെ കൂടെ ഒരു സിനിമ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ കുഴപ്പമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കരമായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിഷ്യലി. പക്ഷേ മേ ബി പുള്ളിക്കാരൻ ഒരു പേസ് മനസ്സിലായി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നാൽ ഇവരെല്ലാവരും കൂടെ കുനിച്ചുരുത്തി കൂമ്പിലിട്ട് ഇടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പുള്ളിക്കാരൻ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ കോണ്ടന്റ് പുള്ളിക്കാരൻ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതുവരെ പുള്ളിക്കാരൻ അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് തോന്നുന്നില്ല. പുള്ളിക്കാരൻ അഭിപ്രായം ബാക്കി കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഒരു സ്ട്രോങ് കണ്ടന്റർ എന്ന് പറയാൻ പറ്റുന്ന സാധനങ്ങൾ പുള്ളിക്കാരനുള്ള ഒരു സ്ട്രോങ് കണ്ടന്റർ എന്ന് പറയുന്ന ഒരു സാധനം പുള്ളിക്കാരനിൽ ഉണ്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മേ ബി ഇവോൾവ് ആവുമായിരിക്കും. പക്ഷെ ഇനിഷ്യലി കണ്ട ഒരു ചെറിയൊരു കോൺവെർസേഷൻ ആ ഒരു സംഭവം നമ്മൾ കണ്ടതിൽ എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് തോന്നുന്നില്ല. പുള്ളിക്കാരെ കൊണ്ടുവന്ന് ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് ഒരു ലൈൻ സാധനം അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ആയിരിക്കും. മേ ബി അവർ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുമായിരിക്കും. അതായത് രണ്ടുപേരെ പിടിച്ചൊരു ടീമിലിട്ടിട്ട് മേ ബി കൈ രണ്ട് കെട്ടിയിട്ട് ഇന്ന് മൊത്തം നിങ്ങൾ ഒരുമിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റൊമാൻസ് വർക്ക് ആക്കിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്കാരൻ ആ ഒരു ലൈൻ പിടിച്ചായിരിക്കും പോകാമെന്നാണ് തോന്നുന്നത്. റൊമാൻറ്റിക് ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ മിക്കവാറും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളിക്കാരനെ കൊണ്ടുവന്നാന്ന് തോന്നുന്നത്. അല്ലാതെ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് അഗ്രസീവായിട്ട് സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല ഈ പുള്ളിക്കാരൻ. പിന്നെ വന്നതാണ് കലാഭവൻ സരിക. അവൻ പുള്ളിക്കാരി കുഴപ്പമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ചെറിയ രീതിയിൽ ഉടക്കാനൊക്കെ ഒരു കപ്പാസിറ്റി ഉള്ള, സംസാരം നിൽക്കാനൊക്കെ ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. ഭയങ്കരമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും പുള്ളിക്കാരുടെ എതിരെ എന്താ പറയുക ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി എന്തായാലും അത് ഡിഫെൻഡ് ചെയ്യാം, ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരി എന്തായാലും ശ്രദ്ധിച്ച് കേട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. ചുമ്മാ വല എന്ന് പറയുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. പുള്ളിക്കാരി ഒരു കൈൻഡ് ഓഫ് ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ സിറ്റുവേഷൻസ് പുള്ളിക്കാരിക്ക് ഫേവറബിൾ ആവണമെങ്കിൽ ഒരു ഗംഭീര കണ്ടസ്റ്റന്റ് എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്താനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് പുള്ളിക്കാരി. പിന്നെ വന്നതാണ് RJ ബിൻസി. അപ്പോൾ RJ ബിൻസി എനിക്ക് വലിയൊരു പിടികിട്ടാത്ത ഒരു കക്ഷിയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ടൊന്നും മനസ്സിലാകുന്നു, റീഡ് ചെയ്യാനൊന്നും എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. മോസ്റ്റ് പ്രോബബ്ലി പുള്ളിക്കാരി കുഴപ്പമില്ലാതെ എല്ലാവരുടെ ഒന്ന് സാമട്ടിലൊക്കെ നിൽക്കാനൊക്കെ ഉള്ള ചാൻസ് എന്നാണ് തോന്നുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല പുള്ളിക്കാരിയെ കുറിച്ചിട്ട്, ഒരു ഐഡിയയും തരാത്ത ഒരു ക്യാരക്ടറാണ് നമ്മുടെ RJ. പിന്നെ വന്നതാണ് അക്ബർ ഖാൻ ഈസ് എ പ്ലെയർ. പുള്ളിക്കാരൻ ഈ ബിഗ് ബോസിനെ എനിക്ക് മനസ്സിലാക്കി വെച്ചിട്ട് പുള്ളിക്കാരൻ ഒന്ന് അരച്ച് കലക്കി കുടിച്ചിട്ട് ജയിക്കണം എന്ന ഒരു ദൃഢ നിശ്ചയത്തോടെ വന്നൊരു പുള്ളിക്കാരനാണ്.
ഈ പുള്ളിക്കാരൻ അവിടെ ഒരു കലക്കും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഒരു ലൈനിന്റെ മണ്ടയിൽ തന്നെ ആയിരിക്കും പുള്ളിക്കാരന്റെ പെർഫോമൻസ്. പുള്ളിക്കാരൻ ഉറപ്പായിട്ടും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യും. കുറച്ചൊരു അതോറിറ്റേറ്റീവ് ഒരു പവർ കാണിക്കാൻ ചാൻസ് ഉള്ളവരാണ്. നല്ല ഹൈറ്റും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു അതോറിറ്റേറ്റീവ് ഒരു പരിപാടിക്ക് പുള്ളിക്കാരൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫോർ ഷോ പുള്ളിക്കാരൻ അത് കാണിക്കും എന്നാണ് തോന്നുന്നത്. ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരെയും ഒന്ന് താഴെ നിർത്തി പുള്ളിക്കാരൻ മുകളിൽ കയറിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തൊട്ടേ പുള്ളിക്കാരൻ്റെ പവർ ബാക്കിയുള്ളവരുടെ മണ്ടയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ത്രൂ ലൈക്ക് വേർഡ്സ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള കോൺടാക്റ്റിലൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ അത് കാണിക്കും എന്നാണ് തോന്നുന്നത്. ആ ഒരു പൊട്ടൻഷ്യൽ പുള്ളിക്കാരൻ കാണുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ അതിനെ സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കയറിയൊക്കെ വളരും. അതിനു മുമ്പേ നൈസായിട്ട് അടിച്ചടിച്ച് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു പൊടിക്ക് താരം ചെയ്യും. കംപ്ലീറ്റ്ലി അത്രയും അതോറിറ്റേറ്റീവ് ഒരു പവർ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ ശ്രമിക്കും, അതിൽ ഒരു സംശയം എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു സിംഗർ ആയതുകൊണ്ട് തന്നെ പാട്ടിന്റെ ആ ഒരു സാധനം കൂടി ഉണ്ട്. പുള്ളിക്കാരൻ ഗ്രൂപ്പിലിരുന്ന് പാടിയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഒരു സാധനം കുറച്ചും കൂടി പുള്ളിക്കാരൻ ആ ഒരു എന്താ പറയുക സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ പുള്ളിക്കാരൻ കംപ്ലീറ്റ്ലി ഉപയോഗിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ഒന്നാണ് നമ്മുടെ അഡ്വക്കേറ്റ് ഒനിയൽ സാബു. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആണ്, ഷെഫാണ്. പുള്ളിക്കാരൻ അതിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനും എനിക്ക് അത്രയും ഒരു പിടി കിട്ടാത്ത ഒരു കൺഫ്യൂസ്ഡ് ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത്. കുഴപ്പമില്ലാത്ത സംസാരവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വന്നതാണ് അഭിശ്രീ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കൂടി പുള്ളി ഒന്ന് ഫേമസ് ആയിട്ട് വന്ന അഭിലാഷാണ് അത് കഴിഞ്ഞിട്ട് വന്നത്. പുള്ളിക്കാരൻ ഒരു കാലിന് ചെറിയ പ്രശ്നമൊക്കെ ഉള്ളൊരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ അതിൻ്റെ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരനും ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് തോന്നുന്നത്. പുള്ളിക്കാരനകത്ത് പെരുമാറാൻ പോകുന്നത് തന്നെ എരി കയറ്റുക എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ ആളാവാനുള്ള ചാൻസ് ഉണ്ട്. വന്നപ്പോൾ തൊട്ടേ പുള്ളിക്കാരൻ്റെ ആ ഒരു ലൈൻ അതാണ്. ഒരു സ്പൈസി പരിപാടി പിടിക്കാനുള്ള ഒരു ശ്രമമാണ്. അതായത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന് പറയില്ല. അപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരനായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു സാധനം ഒരു സ്ഥലത്ത് ഒരു ചെറിയ എന്താ പറയുക ചെറിയ കുറ്റിപ്പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ ചെന്ന് അമിട്ട് വെച്ച് പൊട്ടിക്കും. കാര്യം അമ്മാതിരി കപ്പാസിറ്റി ഉള്ള കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും അടി ഉണ്ടാക്കാനും പറഞ്ഞ് വലുതാക്കാനും പെരുക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ള ആ ഒരു കൈൻഡ് ഓഫ് ഒരു പേഴ്സൺ ആണ് തോന്നുന്നത് ഈ ഒരു നമ്മുടെ പുള്ളിക്കാരൻ. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ കുറച്ചധികം നല്ല മാനിപ്പുലേറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കത് കണ്ടു നോക്കാം. പിന്നെ വന്നതാണ് ബിന്നി സെബാസ്റ്റ്യൻ. പുള്ളിക്കാരി ഒരു ഡോക്ടറാണ്, സീരിയൽ എന്താ പറയുക ആക്ട്രസ് ഒക്കെയാണ്. നമ്മുടെ പുള്ളിക്കാരുടെ പേര് പറഞ്ഞ ഒരു സീരിയൽ ആക്ടറിന്റെ തന്നെ വൈഫാണ് പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരി വലിയൊരു ഐഡിയ എനിക്ക് തന്നിട്ടില്ല. കുഴപ്പമില്ലാത്ത ചെറിയ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കും. പക്ഷെ ഭയങ്കര രീതിയിൽ എന്താ പറയുക റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്ക് കുഴപ്പമില്ലാതെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അതുപോലെ തന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. ഭയങ്കര ഐഡിയ ഇല്ല. എനിക്ക് ഇത്ര മാത്രമാണ് പുള്ളിക്കാരി എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പിന്നെ വന്നതാണ് ഇന്റർവ്യൂർ ആയിട്ടുള്ള ഷാരിക, നമ്മുടെ ഹോട്ട് സീറ്റിലെ ചേച്ചി. അപ്പോൾ പുള്ളിക്കാരി ഹോട്ട് സീറ്റിൽ ഇരുന്ന് എല്ലാവരെയും ഒരുമാതിരി പൊട്ടത്തരമൊക്കെ പറഞ്ഞ് ഒരു ലോജിക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച് അവരുടെ നോസിനൊക്കെ ആക്കുന്ന ഒരു ചേച്ചിയാണ് ഷാരിക ചേച്ചി. അപ്പോൾ ചേച്ചി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി എനിക്ക് തോന്നുന്നില്ല അതായത് നമ്മൾ ഹോട്ട് സീറ്റിൽ കണ്ട ആ ഒരു ലെവൽ ഓഫ് സാധനം ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന്. അത് വെറുപ്പീരാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ചൊക്കെ വെറുപ്പീര് കാണിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരി ഒരു ഗ്രൂപ്പിൽ അത്രയും കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല. വന്ന് കയറിയപ്പോൾ തൊട്ട് തന്നെ പുള്ളിക്കാരുടെ ബോഡി ലാംഗ്വേജിലാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേനും ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് കണ്ടത്. ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ അത് മാറാം. പക്ഷെ ആ ഒരു സാധനം ഒരു ബാരിയർ മാറിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി ചിലപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ ഇപ്പോൾ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഇത്ര ആൾക്കാരുടെ ഇടയിൽ എന്നുള്ള ഒരു ചെറിയൊരു ഭയമൊക്കെ പുള്ളിക്കാരിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു നമ്മൾ ഹോട്ട് സീറ്റിൽ കണ്ട ഒരു കൈൻഡ് ഓഫ് ഒരു വെറുപ്പിക്കൽ സാധനം ഇറക്കും എന്നുള്ള ഒരു സംശയമാണ്. കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നതാണ് തോന്നുന്നു. പക്ഷെ ഒരു ഗംഭീര പ്ലെയർ ആയിട്ട് മാറുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ലാത്തൊരു പ്ലെയറാണ് ഷാരിക. പിന്നെ വന്നതാണ് റന ഫാത്തിമ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. 19 വയസ്സോ മറ്റോ ആണ് പ്രായം എന്ന് തോന്നുന്നു. കോളേജിൽ നിന്നാണ് എന്തോ പഠിക്കുകയാണ് പുള്ളിക്കാരി. അപ്പോൾ കൊച്ചു അപ്പം പുള്ളിക്കാരി ഭയങ്കരമായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. കുറച്ച് ക്യൂട്ട് ഡ്രസ്സും പരിപാടികളിലേക്ക് ഇട്ടിട്ട് എല്ലാവരുടെയും ഒരു അനിയത്തി പാസം ഒക്കെ പ്രതീക്ഷിക്കാം, കുറച്ചൊക്കെ ഒരു പൊടിക്കൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ ഒരു ഗ്രൂപ്പ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ്. ഒരു അനിയത്തി പാസം ഒക്കെ ആക്കിയിട്ട് പോകാനുള്ള ഒരു കൈൻഡ് ഓഫ് ഗ്രൂപ്പ് അല്ല. കുറച്ചൊരു എന്താ പറയുക കൈൻഡ് ഓഫ് ഒരു മെച്ചുവേർഡ് ഒരു ഗ്രൂപ്പാണെന്ന് പറയാം. അതിൻ്റെ അകത്ത് പുള്ളിക്കാരി ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ എത്രയും പെട്ടെന്ന് പുള്ളിക്കാരി അടിച്ച് കളയുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ അപ്പുറമൊന്നും പുള്ളിക്കാരിക്ക് അവിടെ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു ബിഗ് ബോസിൽ ഇപ്പം ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ഇടയിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എത്രയും പെട്ടെന്ന് എലിമിനേറ്റ് ആവാൻ ചാൻസ് ഉള്ള ഒരു പുള്ളിക്കാരിയാണ് ഈ ഒരു പുള്ളിക്കാരി. പിന്നെ വന്നതാണ് നെവിൻ. അപ്പോൾ പുള്ളിക്കാരനൊരു ഡാൻസറാണ്, പിന്നെന്താ ഫാഷൻ കോറിയോഗ്രാഫർ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറച്ച് എൻ്റർടൈനർ എന്ന് പറഞ്ഞൊരു രീതിയിലാണ് പുള്ളിക്കാരൻ വന്നേക്കുന്നത്. ആൾ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പൊട്ടിക്ക് കോഴിത്തരമൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്.
എന്നാൽ പോലും പുള്ളിക്കാരൻ ആ ഒരു എന്താ പറയാ, പുള്ളിക്കാരൻ എന്തായാലും ഇൻവോൾവ് ആവും, ഏതൊരു കാര്യത്തിനും ഇൻവോൾവ് ചെയ്ത് സ്ക്രീൻ സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഫോർ ഷുവർ എവിടെയെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ ചാടി വീണ് പുള്ളിക്കാരൻ ഞാൻ ഉണ്ടാ എന്നുള്ള ഒരു രീതിയിൽ എന്നെ തന്നെ ക്യാമറ എല്ലാം ഫോക്കസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ബിഹേവ് ചെയ്യും. ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ്. അതൊരു ഇടി കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള സാധ്യതകളുള്ള എന്താണോ റിയൽ അതിനെ കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരാളായിരിക്കും ഇപ്പൊ പറഞ്ഞ ഈ ഒരു ചങ്ങായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം, ഒരുപാട് സംസാരിച്ച് ഡിബേറ്റ് ചെയ്യുക എന്നുള്ളൊരു റേഞ്ചിലോട്ട് പോകുന്നുണ്ടെങ്കിലും ലോജിക്കലായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോസ്റ്റ് പ്രോബ്ലി പുള്ളിക്കാരൻ ഒടക്ക് ലൈൻ പിടിച്ചിട്ട് ഒരു അങ്ങനത്തെ ഒരു നിന്നെ ഇപ്പം നോക്കിക്കോടാ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പിടിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്ന് തോന്നുന്നത്. എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ക്യാരക്ടർ തന്നെയാണ്. ഈ ഒരു പുള്ളിക്കാരൻ ഒരു കോൺട്രിബ്യൂഷനൊക്കെ വരുമ്പോഴത്തേനും ഈ സാധനം ഒന്ന് കളറാവും. ബിഗ് ബോസ് ഒന്ന് കലങ്ങി വേറെ റേഞ്ചിലോട്ടൊക്കെ എത്തിക്കാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഒരു കാലിബറുള്ള ഒരു പുള്ളിക്കാരാണ് ഈ പറഞ്ഞ പുള്ളിക്കാരൻ. പിന്നെ വന്നതാണ് ഷാനവാസ്, അതായത് നമ്മുടെ സീരിയലിലേക്ക് ഉണ്ടായിരുന്ന രുദ്രൻ. അപ്പം പുള്ളിക്കാരൻ ഇതെനിക്ക് ജയിക്കണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ വന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. അതായത് എനിക്ക് ജയിച്ചേ പറ്റൂ, എനിക്ക് ജയിക്കണം എന്നുള്ള ഭയങ്കര സ്ട്രോങ് ഡിറ്റർമിനേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞതിൽ തന്നെ ചില ആൾക്കാർക്ക് ആ ഒരു സാധനമുണ്ട്, പക്ഷേ ഈ പുള്ളിക്കാരൻ ഭയങ്കര കൂടുതലാണ്. ജയിക്കണം എന്ന് പറയുന്ന ആ ഒരു സാധനം ഭയങ്കര കൂടുതലാണ്. ശാന്തനായിട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് എപ്പിസോഡിൽ കാണാൻ പറ്റിയത്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ ശാന്തനാണെന്ന്. പുള്ളിക്കാരൻ ആ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേനും ഒരു ലീഡർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയിലേക്കൊക്കെ എത്താനുള്ള ഒരു ചാൻസ് ഉള്ള ഒരാളാണ്. ആരെയും നേരത്തെ പറഞ്ഞ നമ്മുടെ സിംഗറിനെ കുറിച്ച് പറഞ്ഞ മാതിരി എല്ലാവരെയും ഓവർ പവറിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്ന രീതിയിൽ രുദ്രൻ ഈ പുള്ളിക്കാരൻ ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോർ ഷുവർ പുള്ളിക്കാരൻ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീംമേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നിൽക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ ഒരുപാടുള്ള ഒരാളാണ് പുള്ളിക്കാരൻ. നന്നായിട്ട് കുറേ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനൊക്കെ കപ്പാസിറ്റി ഉണ്ട്. പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടെന്ന് വെച്ചാൽ ആ ഒരു പുള്ളിക്കാരന് ഒരു ബുള്ളിങ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ രുദ്രൻ കയറി വന്നിട്ട് അവരെ ഡിഫെൻഡ് ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആളാണിത്. അപ്പോൾ പുള്ളിക്കാരൻ എന്തായാലും ഒരു ലോങ് റൺ നമ്മുടെ എന്താ പറയുക ബിഗ് ബോസ് ഈ ഒരു സീസണിൽ ഒരു ലോങ് റൺ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആ ഒരു കപ്പാസിറ്റി ആ ഒരു പുള്ളിക്കാരനുണ്ട്. ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു ലോങ് റണ്ണ് പുള്ളിക്കാരൻ എന്തായാലും പോകും. ഒരു നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നതാണ് തോന്നുന്നത്. ടാസ്ക് ആണെങ്കിലും ശരി, ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ് ഭയങ്കര ജെന്യൂൻ ആണ്. പക്ഷെ ആ ഒരു ജെന്യൂനിറ്റി കുറച്ചൊരു പൊടിക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി വിന്നർ വരെ ആകാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരാളാണ് ഷാനു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വന്നതാണ് മുൻഷി രഞ്ജിത്ത്. അപ്പം പുള്ളിക്കാരൻ മുൻഷിയിൽ കൂടാണ് വരുന്നത്, ഏഷ്യാനെറ്റിന്റെ. പിന്നെ ഞാൻ ഒരുപാട് പ്രോഗ്രാംസിലും ബാക്കി പരിപാടികളിലൊക്കെ കണ്ടിട്ടുണ്ട്. കുറച്ച് ഒരുപാട് ഫേമസ് അല്ല, എന്നാലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ജയിക്കണം എന്നൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ സ്ട്രോങ് ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ളൊരു ഫീല് വരുത്തും. പക്ഷെ അത്രയും വലിയൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ പുള്ളിക്കാരൻ കുറച്ചധികം പരിപാടി കാണിക്കുമെങ്കിലും പക്ഷേ ഗ്രാജുവലി അതൊന്ന് കുറഞ്ഞ് താഴോട്ട് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതലെന്നാണ് തോന്നുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടൻറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മോസ്റ്റ് പ്രോബബ്ലി പുള്ളിക്കാരൻ വളരെ കുറച്ച് എന്താ പറയുക ദിവസങ്ങളെന്ന് പറയുന്നില്ല, ആഴ്ചകളിൽ മാത്രം നിന്നിട്ട് ഔട്ടാവാനാണ് എനിക്ക് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ മേ ബി പറയാൻ പറ്റില്ല. ഇതിൽ ഗെയിം പല രീതിയിൽ ട്വിസ്റ്റ് ആവാം. അങ്ങനെ കഴിഞ്ഞാൽ ചിലപ്പോൾ ലോങ് റൺ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അല്ലാതെ ഒരു പെട്ടെന്ന് തന്നെ ഒന്ന് പോകാനായിട്ടുള്ള ചാൻസസ് ഉള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. പുള്ളിക്കാരൻ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഒബ്വിയസ്ലി ചെയ്യൂല എന്നും പറയുന്നില്ല. പക്ഷെ ഒരുപാടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു സംസാരം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇന്നതാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. പക്ഷെ ആ ഒരു ക്വാളിറ്റി വെച്ചുകൊണ്ട് മാത്രം ഈ ഒരു സീസണിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. തമാശ പരിപാടികളൊക്കെ പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആവുമെന്ന് തോന്നുന്നില്ല പുള്ളിക്കാരൻ്റെ ആ ഒരു സംസാരവും പരിപാടികളൊക്കെ കണ്ടിട്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്. എനിക്ക് വലിയൊരു ഹോപ്പില്ല പുള്ളിക്കാരൻ്റെ ഒരു കാര്യത്തിൽ. പിന്നെ വന്നതാണ് ആദില നസ്രിൻ, ഫാത്തിമ നൂറ. അപ്പോൾ ഈ രണ്ടുപേരും ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ഒരു 1-2 വർഷമായെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. വീട്ടുകാരെല്ലാവരും സീനയ്ക്ക് അങ്ങനെ പിന്നെ ഇവരെന്താ കൊച്ചിയിലോ മറ്റോ എന്താ പറയുക മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഒരു ആൾ എന്നുള്ള രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. വോട്ടിംഗ് ഒക്കെ തന്നെ ഒറ്റ ഒരു ടീമായിട്ടാണ് അവർ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇങ്ങനെ 2 പേര് ചേർന്നിട്ട് ഇങ്ങനെ വരുന്നതെന്നാണ് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞത്. അപ്പം അതൊരു ഒരു സംഭവമായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബിഗ് ബോസ് ടീമിന്. അതായത് ഇവർക്ക് വേണമെങ്കിൽ ഇവരെ പിരിച്ചിട്ട് 2 ടീം എന്നുള്ള രീതിയിലൊക്കെ ഇടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരുടെ ഇമോഷൻസ് ഒക്കെ വെച്ച് കുറച്ചും കൂടിയൊക്കെ ഒന്ന് കളിച്ച് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ നോക്കിയിട്ട് ആ ഒരു പരിപാടി പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 2 പേരായതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജും ആണ് ഡിസഡ്വാൻറ്റേജും ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഒരാൾ ഡൗൺ ആണെങ്കിൽ മറ്റൊരാൾക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എടാ എങ്ങനെയല്ല പോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഓൾറെഡി അവർ ജെൽഡാണല്ലോ. അപ്പോൾ ആ ഒരു ഇതുണ്ട്.
മേ ബി രണ്ട് ടീമിലാണ് ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്ന ഒരു പരിപാടി പിടിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പം പോസിറ്റീവാണ് നെഗറ്റീവാണ് അവർക്ക്. അതെങ്ങനെ ബിഗ് ബോസ് ടീം അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവം തന്നെയായിരിക്കും. എനിക്ക് വലുതായിട്ടൊന്നും അവരെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. പിന്നെ വന്നതാണ് ഗിസേൽ തക്രാൽ. അപ്പോൾ പുള്ളിക്കാരി ഹിന്ദി ബിഗ് ബോസിലുണ്ടായിരുന്നു സീസൺ 9. അത് കഴിഞ്ഞിട്ട് പിന്നെ എലിമിനേറ്റ് ആയൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരി വന്നിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് കോണ്ടസ്റ്റന്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ലാത്തൊരു ഗെയിമും പരിപാടിയൊക്കെ പുള്ളിക്കാരി കാണിക്കും. ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും ശരി, അങ്ങനെയുള്ള പരിപാടികളൊക്കെ പുള്ളിക്കാരി ഇടും. പക്ഷെ ലാംഗ്വേജിൻ്റെ ഒരു ബാരിയർ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഇത് എന്തോരം പുള്ളിക്കാരിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും ആൾക്കാരെ, എന്തോരം ആൾക്കാരെ സൈഡിൽ പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു സംസാരം വരുമ്പോഴത്തേന് എങ്ങനെ പുള്ളിക്കാരി പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റൻ ആണ്. ലാംഗ്വേജിൻ്റെ ഒരു ബാരിയർ ഉള്ളതുകൊണ്ട്. മുംബൈ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണെന്നാണ് തോന്നുന്നത്. ആലപ്പുഴയാണ് അവരുടെ സ്ഥലം, മുംബൈയിലാണ് അവരിന്ന് താമസിക്കുന്നത്. അപ്പം ഭാഷയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത ഗെയിംസും പരിപാടികളൊക്കെ ചെയ്യും. പക്ഷേ കുഴപ്പമില്ലാത്ത ഒരു അഡ്വാൻറ്റേജിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നില്ലെങ്കിൽ അവർക്ക് മോസ്റ്റ് പ്രോബ്ലി ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആൾക്കാരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാനായിട്ടുള്ള സാധനങ്ങൾ പുള്ളിക്കാരുടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോപ്പ്ഫുള്ളി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ വന്നതാണ് ശൈത്യ സന്തോഷ്. നമ്മുടെ ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവാർഡ് എന്തോ കൊടുത്തപ്പം സെക്കൻഡ് റണ്ണറപ്പോ ഫസ്റ്റ് റണ്ണറപ്പോ എന്തോ ആയിരുന്നു. അയ്യോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രോതാ മേമയിലെ തിരിച്ചു കൊടുത്ത ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം പുള്ളിക്കാരി അഡ്വക്കേറ്റ് ഒക്കെയാണ്. അപ്പം പുള്ളിക്കാരുണ്ട് ഈ സീസണിൽ. വലിയ ഇൻട്രസ്റ്റിംഗ് ഒരു പരിപാടി ആയിരിക്കും എന്ന് തോന്നുന്നില്ല. പുള്ളിക്കാരിയും കുറച്ചൊരു ചെറിയൊരു പാവം മൂഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മേ ബി ആവശ്യം വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയിലേക്ക് പുള്ളിക്കാരി എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒന്ന് താന്നു പോകാനുള്ള ചാൻസസ് ആണ് എനിക്ക് കാണുന്നത്. പിന്നെ സിറ്റുവേഷൻ പോലെ ആയിരിക്കും. സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലോട്ട് എത്തുമെങ്കിലും അത്ര എക്സ്പ്ലോസീവായിട്ട് സംസാരിക്കാനും ഒരു ഡിബേറ്റ് ആണെങ്കിലും ഒരു വാഗ്വാദം പരിപാടി വരുമ്പോഴത്തേനും അതിനെങ്ങനെ മാനേജ് ചെയ്യും, ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ കുത്തിത്തിരിപ്പ് പരിപാടി ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു വലിയൊരു സാധനം ബോംബ് പൊട്ടിക്കുക എന്നൊക്കെയുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് സത്യം പറയാൻ വലുതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് പുള്ളിക്കാരി തോന്നിയിട്ടുള്ളത്. പിന്നെ വന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫേവറേറ്റ്സ് ആയിട്ടുള്ള രേണു സുധി. അപ്പം പുള്ളിക്കാരി വന്നിട്ടുണ്ട്. കയറിയപ്പോൾ തന്നെ എൻ്റെ എന്താ പറയുക സുധിച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത് ബിഗ് ബോസ് ഹൗസിലേക്ക്. പുള്ളിക്കാരി ഇതിൻ്റെ അകത്ത് എന്തായാലും ജയിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി കയറി. അത്രയും സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യണം എന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അലമ്പാനായിട്ട് പുള്ളിക്കാരി മിടുക്കിയായിരിക്കും എന്ന് തോന്നുന്നു. പുറത്തും അതുപോലെയുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അലമ്പാനും എന്നൊക്കെ പറയാനായിട്ട്. പക്ഷെ ആ ഒരു ചുമ്മാ ഒരു സാധനത്തിൽ നിൽക്കാതെ ഒരു സൈഡ് ലൈൻഡ് ആയി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഒരു ലൈം ലൈറ്റ് പുള്ളിക്കാരിക്ക് മാത്രമാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ആയിരിക്കില്ല. ഇവിടെ അല്ലാതെ നമ്മളായിട്ട് സ്വന്തമായിട്ട് ലൈം ലൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ഒരു 2-3 അലമ്പ കിട്ടാലും അതിൻ്റെ അലമ്പിൻ്റെ അപ്പുറം ഒരു പരിപാടിക്ക് നിൽക്കണമെങ്കിൽ ഇറ്റ്സ് ഗോണ ബി കൈൻഡ് ഡിഫിക്കൽട്ട്. അത് പുള്ളിക്കാരിക്ക് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. പക്ഷെ എന്തായാലും പുള്ളിക്കാരി ചെറിയ അലമ്പും പരിപാടികളും സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊന്നും സംശയമില്ല. ഒരു ജയിക്കാനൊക്കെയുള്ള ആ ഒരു റേഞ്ചിലോട്ട് എത്തുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഒരുപാട് ഹേറ്റ് ഉണ്ട്, അത് വേറൊരു കാര്യം. ഇത് ഭയങ്കര പോസിറ്റീവായിട്ട് മാറും പുള്ളിക്കാരി. അതിന് ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഭയങ്കര പോസിറ്റീവ് അല്ല, എന്നാലും ഒരു പോസിറ്റീവിലോട്ട് തന്നെ എത്തിയിട്ടായിരിക്കും പുറത്തിറങ്ങുന്നതെന്നാണ് തോന്നുന്നത്. ഒരു ഭയങ്കര നെഗറ്റീവ് ഇപ്പം തന്നെ ഏറ്റവും വലിയ നെഗറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം ഇനി ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. വലിയ കാര്യങ്ങൾ പുള്ളിക്കാരി അവിടെ കാണിക്കുന്നു തോന്നുന്നില്ല അലമ്പല്ലാതെ. എന്തായാലും നമുക്ക് ഇല്ല കുഴപ്പമില്ലാതെ ഇതൊന്നും ചെയ്യും. ടാസ്കും ഒരു നന്നായിട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്. യെസ്, ടാസ്കും കുഴപ്പമില്ലാതെ ചെയ്യും, അലമ്പും ഉണ്ടാവും. പക്ഷെ ഒരു വലിയൊരു രസമുള്ള കണ്ടന്റ് പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല അലമ്പല്ലാതെ. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. അവസാനം വന്നതാണ് അപ്പാനി ശരത്. അതായത് അങ്കമാലി ഡയറക്ടറിൽ കൂടെ വന്നിട്ട് പിന്നെ വെളിപാടിൻ്റെ പുസ്തകം അങ്ങനെയുള്ള കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ കുഴപ്പമില്ലാത്തൊരു പരിപാടി പുള്ളിക്കാരൻ പിടിക്കും എന്നാണ് തോന്നുന്നത്. കുറച്ചൊന്ന് ആട്ടിച്ചടിച്ച് നിൽക്കാനും ആ ഒരു കപ്പാസിറ്റി ഉള്ള വാഗ്വാദം പരിപാടിയാണെങ്കിലും ശരി, എന്തുണ്ടെങ്കിലും മുമ്പിൽ കയറി നിന്നിട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ഉള്ള നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് തോന്നുന്നത് അപ്പാനി ശരത്തിന്. പുള്ളിക്കാരൻ്റെ ഒരു ചെറിയൊരു ഇൻബോൺ ഒരു റഫ്നെസ് ഉണ്ട് പുള്ളിക്കാരന്. അത് കാരണം പുള്ളിക്കാരൻ്റെ കൂടെ ഒന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ചാലഞ്ചിങ് ഒരു പരിപാടിയായിരിക്കും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ബാക്കിയുള്ളവരൊക്കെ ഉടക്കുന്നതായിട്ട് കാണാൻ. മാക്സിമം ഉടക്കാനുള്ള ചാൻസസ് കുറവാണ്, പക്ഷെ ഉടക്കി കഴിഞ്ഞൊരു നന്നായിട്ട് ഉടക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ഒരു ടീമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് 1-2 ആൾക്കാരൊക്കെ കൂടെ വരുമ്പോഴത്തേനും ഔട്ടായിട്ട് പിന്നെ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർ തമ്മിലുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരിക്കും. എസ്പെഷ്യലി ഇന്റർവ്യൂർ ആയിട്ടുള്ള റോഹൻ. അപ്പോൾ പുള്ളിക്കാരൻ വരും എന്നാണ് വിചാരിച്ചത്. പിന്നെ വിറ്റോക്സ് ആണെന്ന് തോന്നുന്നു, മറ്റേ സ്റ്റാൻഡപ്പ് കോമഡിയാണ്. ആ പുള്ളിക്കാരനൊക്കെ വരുമ്പോഴത്തേനും വരുന്നതാണ് തോന്നുന്നത്. പിന്നെ ഒരു സീരിയൽ ആക്ട്രസ് ഉണ്ട്, പേര് ഞാൻ മറന്നു. അപ്പോൾ ഇവരൊക്കെ വരുമ്പോഴത്തേനും ഈ ഒരു ഡൈനാമിക്സ് കുറേ ചേഞ്ചസ് ഒക്കെ വരും. ആസ് ഓഫ് നൗ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീമാണ്. കുറച്ച് ആൾക്കാർ അത്രയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അവർ ഓരം പിടിച്ചിട്ട് അങ്ങ് പോകും. ബാക്കിയുള്ളവർ ഒരു വിധം നന്നായിട്ട് പെർഫോം ചെയ്യും. നല്ലൊരു അടി ഞാൻ കാണുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ അമ്മാതിരി ടീമാണ്. എല്ലാവരും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ടീമിനെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനാണെങ്കിലും പല പരിപാടികൾക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടീമും കുറച്ച് റൊമാൻസ് വർക്ക് ആവാനായിട്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട്.
എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതിൻ്റെ ഓരോ ദിവസത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻടിൽ ദെൻ ബൈ.